ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ആദ്യക്കുട്ടൻ ഇന്നും കേക്ക് കൊടുക്കുന്നതാ. ആദ്യത്തേതിന് നമ്മുടെ വീഡിയോയുടെ ഒരു പോർഷനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആയിരുന്നല്ലോ, അവനൊരു കേക്ക് ഭ്രാന്തനാണ്. അപ്പം അവന് അച്ഛനോട് തലേ ദിവസമേ പറയും, കടയിൽ നിന്ന് അച്ഛൻ പോരുന്നതിന് മുന്നേ ചോദിക്കും എന്താ എടുത്തോണ്ട് വരേണ്ടത്. അപ്പം അവൻ ഫസ്റ്റ് പറയുന്ന കേക്ക്, പിന്നെ പറയുന്ന സാധനം ലോലിപോപ്പ്. അങ്ങനെ അവന് രാവിലെ കേക്കൊക്കെ കൊടുത്തിട്ട് ഞാനും ശില്പയും കൂടെ ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡും അനിയനും എല്ലാവരും കൂടെ ബാംഗ്ലൂർക്ക് പോയേക്കുമായിരുന്നല്ലോ. അപ്പം അവർ രാവിലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് പുതുപ്പള്ളിക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നും കൂടെയുള്ള എൻ്റെ ഇവിടുത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പം രാവിലെ അമ്മ ഞങ്ങൾ പോകുന്നതിന് മുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പമൊക്കെ ചുടുവാണ്. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞതാ, രാവിലെ ധൃതിപ്പെടണ്ട, ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേ നമുക്ക് കഴിക്കാനായിട്ട് തോന്നുമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം നമുക്കൊരു വിഷമാണല്ലോ. അപ്പം അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല. അമ്മ രാവിലെ തന്നെ അപ്പവും ചുട്ട് കടലക്കറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഒരപ്പം എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോഴത്തേനും അച്ഛൻ കടയിൽ പോകാൻ വേണ്ടി റെഡി ആകുവാണ്. അപ്പം എല്ലാവരും ആകെപ്പാട് ഒരു ചെറിയ മൂഡൗട്ടിലൊക്കെയാണ്, കാരണം ഞങ്ങൾ വന്നിട്ട് തിരിച്ചു പോകും. ഇപ്പോൾ പുതുപ്പള്ളിക്ക് പോയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് പോകും തിരിച്ച് ബാംഗ്ലൂർക്ക്. അപ്പം എന്നെ മിസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇവർക്കെല്ലാം ആദ്യക്കുട്ടനെ ആയിരിക്കും കേട്ടോ മിസ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ നമ്മളെ ആയിരുന്നു, ഇപ്പോൾ എല്ലാവർക്കും ആദ്യക്കുട്ടനെ മതിയല്ലോ. അങ്ങനെ ഞാൻ അപ്പമൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിച്ചു. അച്ഛൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ. അപ്പോൾ അച്ഛന് കടയിലോട്ടുള്ള കുറേ സ്പ്രൈറ്റും കോളയും ഏതാണ്ട് സാധനമൊക്കെ തലേന്ന് വീട്ടിൽ വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പം രാവിലെ അച്ഛൻ അതെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെക്കും. അപ്പം അതിൻ്റെ അകത്ത് നാദിക്കുട്ടൻ ഒരു സ്പ്രൈറ്റ് എടുത്ത്, ഞാൻ ആവത് പറഞ്ഞു പിള്ളേർ കുടിക്കുന്നതല്ലെന്ന്, പക്ഷെ അവൻ സമ്മതിക്കത്തില്ല. പിന്നെ അവൻ ഒരെണ്ണം ഏതായാലും എടുത്തിട്ടുണ്ട്. അപ്പം ഞാനുണ്ടോ അതിന് അമ്മ റസ്ക് അവിടെ എടുത്തോണ്ട് വന്നേ. എനിക്ക് റസ്ക് ഇഷ്ടമായതുകൊണ്ട് റസ്ക് ഞാൻ ഏതായാലും അതിന് എടുത്തു. ഇപ്പം അച്ഛൻ ആദിക്കുട്ടൻ്റെ ഉമ്മ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. We'll call you later. Don't call us. We'll call you. Answer. Answer. അങ്ങനെ അച്ഛൻ കടയിലോട്ട് പോയി. ആദ്യക്കുട്ടി സ്ഥിരം പരിപാടി കേട്ടോ, ടാറ്റ കൊടുത്ത് നിൽക്കും. അങ്ങനെ ഞങ്ങളും പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി കാറേ കയറി. എൻ്റെ മുഖത്ത് ചെറിയ വിഷമൊക്കെ കാണാമല്ലോ. അമ്മയാണേലും എല്ലാ പ്രാവശ്യവും സങ്കടപ്പെട്ട് ഒന്ന് കരഞ്ഞൊക്കെ നിൽക്കുന്ന, ഞാനും അതെ. ഇപ്രാവശ്യം വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു കൂടെ ഉണ്ടായി കേട്ടോ. നമ്മൾ ആ ഒരു മൂഡിലങ്ങ് പോയി, അപ്പോൾ കരഞ്ഞും ഒന്നുമില്ല. അങ്ങനെ ഏതായാലും ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളി എത്തിയിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നു പോയിട്ട്, ഇത് വിഷു ദിവസത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് കൂവപ്പള്ളിയിൽ വിഷു ഉണ്ടായിരുന്നില്ല, വല്യച്ഛൻ മരിച്ചു പോയേക്കുവാണ്, അതുകൊണ്ടാണ്. അപ്പം ഇവിടെ വിഷു ഉണ്ട്, അതാ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഇങ്ങ് പോകുന്ന വെച്ചത്. അപ്പം ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഹസ്ബൻഡിൻ്റെ അനിയനും വൈഫും കുഞ്ഞും എല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. എന്നെയാ ദേവ് നോക്കുന്നത് നോക്കി അയപ്പാനെ ദേവേ. അങ്ങനെ ഞങ്ങൾ പുതുപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അമ്മ നടക്കുന്നു. ഇവിടെ കണിയൊക്കെ വെച്ചായിരുന്നു, ഞങ്ങൾ അവിടെ വെച്ചില്ല, ഞങ്ങൾക്ക് അവിടെ വിഷു ഇല്ലായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷു കൈനീട്ടം തരാനുള്ള എല്ലാം തരുകയും മേടിക്കുകയും എല്ലാം ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സദ്യ കഴിക്കാറായേ. അപ്പം സദ്യ കഴിക്കുന്ന വീഡിയോ എടുത്തില്ലേ, കുഞ്ഞൊക്കെ ആകെപ്പാടെ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അച്ഛനും അമ്മയും ഞാനും കൂടെയാണ് വിളമ്പുന്നതൊക്കെ. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും ഇവിടെ സദ്യയെല്ലാം ഫുള്ള് സെറ്റായി റെഡി ആയിരിക്കുമായിരുന്നു. ഇവിടെ അച്ഛനും അമ്മയും കൂടെ രാവിലെ തന്നെ സദ്യയുടെ പരിപാടിയെല്ലാം തുടങ്ങും. അങ്ങനെ ഞങ്ങൾ വിളമ്പും. പിന്നെ അമ്മയ്ക്ക് വീഡിയോയിലൊക്കെ വരാൻ ഓക്കെയാണ്, അച്ഛന് പക്ഷേങ്കിൽ ഒരു മടിയായിരുന്നു. പിന്നെ ഞാൻ കേറച്ച കൂപ്പിളിയിലെ അച്ഛനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ഛൻ വീഡിയോയിൽ വന്നേതായാലും. അങ്ങനെ ഞങ്ങൾ വിളമ്പും. ഞങ്ങൾക്ക് എല്ലാ കറിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, നല്ല സദ്യയായിരുന്നു. അച്ഛനും അമ്മയും കൂടെ വെക്കുന്നത് എല്ലാ പ്രാവശ്യവും. അതെ, ഞാനൊക്കെ ചെറുതായിട്ട് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് അച്ഛനാണ് വീഡിയോ കോൾ വിളിക്കുന്നത്. ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചില്ലായിരുന്നു, അപ്പോൾ അച്ഛൻ വീഡിയോ കോൾ വിളിച്ചു, അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ.
ഞങ്ങളിനി സദ്യ കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടിൽ ഉച്ച കഴിഞ്ഞ് പോകാം, കറുകച്ചാൽ പോകാം എന്നുള്ള പ്ലാനിലിരിക്കുവാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ടാണ് ഇടാൻ പോകുന്നത്. കാരണം ഇതും അതും എല്ലാം കൂടെ ആകുമ്പം ഒത്തിരി ലോങ് ആയി പോകും. ഓക്കെ, അങ്ങനെ ദേ ഞാൻ ലാസ്റ്റ് പഴമൊക്കെ വിളമ്പുക. ഇനിയിപ്പോൾ ചോറൂടെ വിളമ്പി വെച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട അനിയനും ഫാമിലി അവർ തിരിച്ച് പോകുവാണ്. കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇന്ന് ലീവില്ല, ജോലിയുണ്ട്. അപ്പോൾ അതേണ്ട അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ടാറ്റ ഫോണിൽ പിടിക്കുമോ ദേവുനെ. ടാറ്റാ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ.